സ്ട്രോങ് ആയിട്ട് ചോദിച്ചു. ഞാൻ പോവെന്ന് തന്നെ പറഞ്ഞു. ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഒരാഴ്ചയൊക്കെ അവൻ തിരിച്ചു വരും. കാരണം എന്താ അറിയോ, അവിടെ പോയി വെറുതെ ഷോ ഓഫ് ചെയ്യാൻ പറ്റില്ല. വീട്ടു ജോലി ചെയ്യണം അല്ലേ, ബാത്റൂം കഴുകണം, പിന്നെ ക്ലീൻ ചെയ്യണം, സ്വന്തമായിട്ട് തുണിയെല്ലാം കഴുകണം. അപ്പം നമുക്ക് കുറേ ഒരു ഗ്രൂമിങ് സെഷൻ അല്ലെ കുറേ പട്ടിപ്പണി എടുക്കേണ്ടി വരും. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടി. അപ്പം ഭയങ്കര ശുഭാപ്തി വിശ്വാസമാണ്. പോയാൽ അപ്പം തന്നെ എലിമിനേറ്റ് ആയിട്ട് വരും ആണ്. എങ്കിലും ഈ പറയുന്ന പോലെ നമ്മളുടേത് ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ ചെയ്യുമ്പോഴും അതിനൊരു വ്യത്യാസമില്ലേ. ഗെയിമായിട്ട് കാണാം. പക്ഷെ നമുക്ക് ചിലപ്പം ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളായിരിക്കും നമ്മളെ എതിരേൽക്കാൻ നിൽക്കുന്നത് അല്ലേ. നമ്മൾക്കൊരു ഈ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഫോണില്ല, അല്ലെ വേറെ ഒരു കോണ്ടാക്ട്സും ഇല്ല. അപ്പോൾ എന്നും ഒരേ ആൾക്കാരെ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ബിഗ് ബോസുകളിൽ അറിയാമല്ലോ, നമ്മൾ ഔട്ട്സൈഡ് ഒരു ഫെയിമിൽ അവരൊക്കെ നല്ല ആൾക്കാരായിരുന്നായിരിക്കും. പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ അവരുടെ റിയൽ ക്യാരക്ടേഴ്സ് ഇറങ്ങുകയാണ് വെളിയിൽ. അപ്പം ഞാനതിന് വന്നു കഴിഞ്ഞാൽ എൻ്റെ റിയൽ ക്യാരക്ടർ അതിൽ കാണാൻ കഴിയും. അപ്പം അതുകൊണ്ടുള്ള ശുഭാപ്തി വിശ്വാസമാണ്. ആദ്യത്തെ എലിമിനേറ്റ് ചെയ്ത് വിടുന്ന ആള് ഞാൻ തന്നെ ആയിരിക്കും.